ശ്രീമദ് ദേവി ഭാഗവതം 16-ാം അധ്യായം തുടർച്ച. വ്യാസൻ: ഈ വിധം മഹാലക്ഷ്മി കൽപ്പിക്കയാലാവരേണ്യമാം മന്ത്രവാക്യത്തിനെ മാധവൻ മറക്കാതൊരു വിട്ടുകൊണ്ടേധമാനസുഖേന വസിക്കയായി. കാലമൊട്ടു കഴിയവേ വിഷ്ണുവിൻ ശ്രീലനാഭീസരോജത്തിൽ നിന്നുടൻ ഉത്ഭവിച്ചാൻ പ്രജാപതിയായിടയ്ക്കപ്പരൻ മധുകൈടഭീതനായി. ചെന്നഭയമിരിക്കയാൽ ദൈത്യരെ കൊന്ന ശേഷം അമ്മന്ത്രവാക്യത്തിനെ കേശവനുരുവിട്ടിരുന്നാനതു പേശലമതി കണ്ടു ചതുർമുഖൻ. ചോദ്യമീ വിധം ചെയ്യുകയായി ജഗദാദ്യനങ്ങു ജപിക്കുന്നതെന്തുവാൻ? ആരു മുഖ്യനുണ്ടങ്ങയെക്കാളും അങ്ങാരെയാം ഭജിക്കുന്നതുമിങ്ങനെ. വിഷ്ണു: ആര്യ നിങ്കലുമെങ്കലുമുണ്ടടോ കാര്യകാരണരൂപിണി ശക്തിയാൾ. ശശ്വതാത്മികയാകുമദ്ദേവി താൻ വിശ്വാസം ശ്രയമായി നിൽക്കുന്നവൾ. ഇച്ചരാചര വിശ്വം ചമപ്പതുമച്ചതുരയാം ഈശ്വരി തന്നെയാം. മോക്ഷവും ഇഷ്ടലാഭവും അജഗത് സാക്ഷിണി ഒന്നലിഞ്ഞാലുടൻ വരും തിട്ടമാ പരാശക്തി. അത്രേ ഭവക്കെട്ടിലിപ്പാരിനെ കുരുക്കുന്നതും നാൻമുഖനങ്ങു ഞാനും ഈ ലോകവും ചിന്മയി ശക്തി മൂലമുണ്ടായതേ. ഞാനുരുവിടും മന്ത്രമായി ഈശ്വരിതാനരുളിയ മുഖ്യ പദ്യാർത്ഥ്യമാം ശ്രീ പെരുകുന്ന ഭാഗവതമിതു താപരാതിയിൽ വിസ്തൃതിയാർന്നിടും. വ്യാസൻ: വാക്കതൊക്കെയും കേട്ടു പിതാമഹനാക്കഥ പിന്നെ നാരദന്നോദിനാൻ. അമ്മഹർഷി അനന്തരമെന്നോടു മുൺമലരു തെളിഞ്ഞു പറഞ്ഞിതേ. അന്നതിനീ ഈരാറു സ്കന്ധങ്ങളും പിന്നെ ലക്ഷണമഞ്ചുമിണക്കി ഞാൻ പൂർത്തിയാക്കിനേൻ. ദേവീചരിതം അതാർത്തിനാശനം നീ പഠിച്ചിടടോ. നൂനം ഉത്തമമാണിതു സൂക്ഷ്മമാം ജ്ഞാനപൂർണവുമത്രേ മദാത്മജ. വൃത്രദൈത്യവധം തൊട്ടനേകമാം ചിത്രമായ കഥകൾ ഉൾക്കൊണ്ടതായി ബ്രഹ്മവിദ്യയ്ക്കധിഷ്ഠാനമായി ഭവകന്മഷാബ്ദി കടത്തിവിടുന്നതായി ഇപ്പവിത്രമാം ഭാഗവതം മഹാസത്പുരാണം പഠിക്ക നീ നന്ദന. ഉണ്ടിതിൽ 18,000 രസം കൊണ്ട പദ്യമധുകളൊക്കെയും വേണ്ട പോലെ പഠിക്കില വിദ്യയെ താണ്ടി ഉത്തമജ്ഞാനിയായിത്തീരുമേ. ആ വിധമിതു ചൊൽക കേൾക്കയും ചെയ്വവർക്കും സുഖവും ആരോഗ്യവും പുത്രപൗത്ര സമ്പത്തും വളർന്നിടും. മാത്രമല്ലുളവാം മനഃശാന്തിയും മാമകപ്രിയ ശിഷ്യൻ വിശിഷ്ടനാ ലോമഹർഷണൻ തന്നുടെ നന്ദനൻ ഈ കുമാരനും നിന്നോടൊന്നിച്ചു ചൊല്ലൊക്കുമീ പുരാണത്തെ പഠിച്ചിടും.